ഏപ്രിൽ 22-ന് കാശ്മീരിലെ പെഹൽഗാമിൽ പുൽമേടുകളിൽ നടന്ന ഭീകരാക്രമണത്തിലെ ഞെട്ടലിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല. ആക്രമണത്തിന് ഇരയായവരിൽ കൂടുതലും വിനോദസഞ്ചാരികളായിരുന്നു. അക്രമികൾ അവരുടെ മതത്തെക്കുറിച്ച് ചോദിച്ചുവെന്നാണ് അതിജീവിച്ചവർ പറയുന്നത്. കലിമ ചൊല്ലാൻ പറഞ്ഞുവെന്നും അത് ചെയ്യാത്തവരെ വെടിവെച്ച് കൊന്നുവെന്നുമാണ് ജീവിച്ചിരിക്കുന്നവരുടെ വാക്കുകൾ. എന്നാൽ ശരിക്കും എന്താണ് കലീമ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ്. ഈ വാക്കുകൾ മുസ്ലിങ്ങൾക്ക് വളരെ പവിത്രമാണ്. ഇതൊരു വിശ്വാസ പ്രഖ്യാപനമാണ്. കലിമ നവജാത ശിശുവിന്റെ ചെവിയിൽ മന്ത്രിക്കുകയും ദിവസേനയുള്ള 5 നിസ്കാരത്തിൽ ആവർത്തിക്കുകയും മരണസമയത്ത് ഒരു വിശ്വാസിയുടെ ചുണ്ടിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നതാണ്. കൂടാതെ കലിമ ദൈവത്തിലും അവന്റെ അന്തിമ ദൂതനായ മുഹമ്മദ് നബിയിലുമുള്ള വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ്. കലിമ എന്നത് വാക്ക് അല്ലെങ്കിൽ പ്രസ്താവന എന്ന അർത്ഥം വരുന്ന ഒരു അറബി പദമാണ്. 6 കലിമകൾ വിശ്വാസത്തിന്റെ കേന്ദ്ര ബിന്ദുവാണ്. അള്ളാഹുവിന്റെ ഏകത്വം, പ്രവാചകന്റെ പ്രാധാന്യം, പാപമോചനം തേടേണ്ടതിന്റെ ആവശ്യകത, പാപത്തിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകത എന്നിവയെക്കുറിച്ച് അവ മുസ്ലിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അവ പാരായണം ചെയ്യുന്നത് മുസ്ലിങ്ങളെ ചിന്തിക്കാനും പശ്ചാത്തപിക്കാനും അവരുടെ വിശ്വാസം ശക്തിപ്പെടുത്താനും സഹായിക്കുന്നതാണ്. അസമിലെ പ്രൊഫസർ ദേബാബിഷ് ഭട്ടാചാര്യയും അക്രമത്തിൽ കൊല്ലപ്പെട്ട കൊച്ചി സ്വദേശി രാമചന്ദ്രന്റെ മകൾ ആരതിയും പറയുന്നത് ഭീകരർ തോക്കുമായി വന്ന് കലിമ എന്ന് പറഞ്ഞുവെന്നാണ്. എന്താണെന്ന് തിരിച്ചു ചോദിച്ചവരെ അപ്പോൾ തന്നെ വെടിവെക്കുകയായിരുന്നുവെന്നും ഇരുവരും പറയുന്നുണ്ട്. ആദ്യ കലിമ ശുദ്ധിയാണ്. ഇത് തയ്യിബ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് അള്ളാഹുവിന്റെ ഏകത്വത്തെയും മുഹമ്മദ് നബിയുടെ പ്രവാചകത്വത്തിന്റെയും പ്രഖ്യാപനമാണ്. രണ്ടാം കലീമ ഷഹാദയാണ്. ഇത് സാക്ഷ്യമാണ്. ഈ കൽമ പലപ്പോഴും നിസ്കാര സമയത്തോ ഒരാൾ ഇസ്ലാം മതം സ്വീകരിക്കുമ്പോഴോ ചൊല്ലാറുണ്ട്. മൂന്നാം കലിമ തംജീദാണ്. ഇത് അള്ളാഹുവിന്റെ മഹത്വൽക്കരണമാണ്. അള്ളാഹുവിന്റെ കാരുണ്യത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതും അള്ളാഹുവിന്റെ പരമാധികാരത്തെ അംഗീകരിക്കുന്നതും ചെയ്യുന്നതാണ്. നാലാം കലീമ തൗഹീദാണ്. ഇത് ഐക്യമാണ്. ഇത് അള്ളാഹുവിന്റെ ഏകത്വത്തിലുള്ള പ്രഖ്യാപനമാണ്. ഇസ്ലാമിക വിശ്വാസമായ ഏകദൈവ വിശ്വാസത്തെ ഇത് ഊട്ടിയുറപ്പിക്കുന്നു. അഞ്ചാം കലീമ അസ്തഗഫാറാണ്. തപസ് എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. ചെയ്ത പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ച് പശ്ചാത്താപത്തോടെ അള്ളാഹുവിലേക്ക് മടങ്ങുന്നതിനുള്ള മാർഗമാണിത്. ആറാമത്തെ കലിമ റദ്ദെ കുഫറാണ്. അവിശ്വാസത്തെ നിരസിക്കുന്നതാണിത്. ഒരു മുസ്ലിം വിശ്വാസി ബഹുദൈവ ആരാധന ഉപേക്ഷിച്ച് ഏക സത്യ ദൈവമായ അള്ളാഹുവിനോട് കൂറു പ്രഖ്യാപിക്കുന്ന കൽമയാണിത്. വിശ്വാസത്തിന്റെ കാതലായ പാഠങ്ങളുടെ സംഗ്രഹമാണ് കലിമ. കലിമയ്ക്ക് മുസ്ലിം മതത്തിൽ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അള്ളാഹുവിനോടുള്ള നന്ദി അർപ്പിക്കുന്നതിനും പാപമോചനത്തിനും ബഹുദൈവ വിശ്വാസത്തിൽ നിന്നുള്ള സംരക്ഷണത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് കലിമകൾ.